അപ്പോൾ ഇനി ഇഞ്ചക്ഷൻ എടുക്കട്ടെ? അതിനാണോ? അപ്പോൾ ഇഷ്ടമല്ലേ? ഇന്ന് നമ്മൾ അപ്പുക്കുട്ടന് 5 വയസ്സിലെ വാക്സിൻ എടുക്കാൻ പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അപ്പുക്കുട്ടന് ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെയാണ്, ഇഞ്ചക്ഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട്. ചെറുപ്പത്തിലൊക്കെ അപ്പുക്കുട്ടൻ അങ്ങനെ വാക്സിൻ എടുക്കുമ്പോൾ അധികം കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിന് 2 വയസ്സിൽ പോലും ബ്ലഡ് ടെസ്റ്റ് എടുത്ത സമയത്ത് നമ്മുടെ അപ്പുക്കുട്ടൻ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അപ്പുക്കുട്ടൻ ഇവിടെ ലാസ്റ്റ് ടൈമിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോയ സമയത്ത് നന്നായിട്ട് വേദനിച്ച് ആശാൻ പേടിച്ചു. എന്നാ ചെയ്തപ്പാ? എന്നാ പരീക്ഷ കൊച്ചിനെ പറ്റിച്ചേ? അന്ന് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ നന്നായിട്ട് വേദനിച്ചു, അപ്പ പറ്റിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, വിനീഷാണ് അപ്പുകൊണ്ട് തനിച്ചായിരുന്നു കേട്ടോ. അന്ന് അപ്പുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ പേടി ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞ് ഇതാ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മൾ ബേസിസിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചില്ല, നമുക്ക് ഇഞ്ചക്ഷനൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പുകൊണ്ട് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പുക്കുട്ടൻ ഡോക്ടർ റൂമിലേക്ക് പോലും കയറാൻ തയ്യാറായിരുന്നില്ല. അപ്പം തൊട്ട് കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ അതാ വാക്സിൻ എടുത്തിട്ട് ഇറങ്ങി. എൻ്റെ പൊന്നും ഒന്നും പറയണ്ട, കയ്യിലും കാലിലും ഞാനും ബിനീഷാണ് പിടിച്ചിട്ട് നിന്നില്ല. പിന്നെ നേഴ്സുമാരും കൂടി പിടിച്ചിട്ടാണ് ഒരു വിധത്തിൽ വാക്സിൻ എടുത്തു. പിന്നെ നാട്ടിലെ പോലെയല്ല, ഇവിടെ കുറച്ചും കൂടി കൂടുതലുണ്ട്. ഇപ്പോൾ അപ്പുക്കുട്ടന് 2 കൈക്കുമായിട്ട് 4 ഇഞ്ചക്ഷൻ കിട്ടി കേട്ടോ. 1 ഇഞ്ചക്ഷൻ തന്നെ നമ്മുടെ അപ്പുക്കുട്ടൻ സഹിക്കില്ല, അപ്പോൾ പിന്നെ 4 പറയണോ. പിന്നെ ഞങ്ങളിതാ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വെളിയിലിറങ്ങി ചോക്ലേറ്റ് കേക്കും ചായയും ഒക്കെ മേടിച്ച് കൊടുത്തു. ടോയ്സ് ആശാൻ നോക്കിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ടോയ്സ് ഒന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഒന്നും പറയണ്ട, അപ്പുക്കുട്ടൻ ആ സ്റ്റിക്കറിൽ ഒട്ടിച്ചിരിക്കുന്ന ബാൻഡേജിൽ നോക്കി ഭയങ്കര സങ്കടവും കരച്ചിലും. പിന്നെ നമ്മളെ ദേഹത്തൊന്നും തൊടാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വിനീഷയുടെ അവനിൽ നിന്ന് ഹാപ്പി ആക്കാനൊക്കെ മാക്സിമം നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പുക്കുട്ടനെ സമാധാനിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നും ഇല്ലടാ, അപ്പം എടുത്തോളേ. ആ ചലോ വേനൊന്നുമില്ലേ? അതെ അതെ, ഫാൻ പിടിച്ചോ. നോക്കാം ഫാൻ. കുട്ടി വേനയില്ലടി. ഇതായിരുന്നു അവസ്ഥ. ആ ബാൻഡേജ് ഒന്ന് എടുക്കാൻ പോലും ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സങ്കടവും പേടിയായിരുന്നു കേട്ടോ, ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ പൊന്നെ, ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ വൈകിട്ടായി കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് റിമൂവ് ചെയ്യുന്നത്. അത്രയ്ക്ക് പേടിയായിരുന്നു നമ്മുടെ അപ്പുക്കുട്ടന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അപ്പുക്കുട്ടൻ്റെ വാക്സിൻ എടുക്കാൻ